പ്രിയ വിദ്യാർത്ഥിനികളെ, സാഗർ കോളേജ്, കാരാട്, കക്കോവ് ആൻഡ് ഫറൂഖ് കോളേജ് ഓൺലൈൻ പഠന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് ക്ലാസ്സുകൾ സെൻറ്ററിൽ വന്ന് അറ്റൻഡ് ചെയ്യാൻ വളരെ പ്രയാസമായിരിക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രഖ്യാപിച്ചിട്ടുള്ള ലോക്ക്ഡൗൺ, അത് നമ്മൾ ഓരോ വിദ്യാർത്ഥിയും നമ്മുടെ ഓരോ വ്യക്തിയും അത് പാലിക്കേണ്ടതായിരിക്കുന്നു. ഇത്തരം സാഹചര്യത്തിലാണ് നമ്മുടെ സാഗർ കോളേജിൻ്റെ ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ക്ലാസ്സുകൾ ഓൺലൈനായിട്ട് ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. 10ാം ക്ലാസ് വിദ്യാർത്ഥികളായി എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാ വിദ്യാർത്ഥിനികളോടും എനിക്ക് പറയാനുള്ളത്, ഈ തുടക്കം മുതൽ തന്നെ നിങ്ങൾ എല്ലാ ക്ലാസ്സുകളും വളരെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുക. ഒരു ക്ലാസ്സും മിസ്സാവാതെ തുടക്കം മുതൽ തന്നെ നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷം നല്ല രീതിയിൽ പഠിക്കാനും നല്ല സ്കോർ നേടാനും പറ്റും. അതുകൊണ്ട് നമ്മൾ ഇന്ന് 10ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. 10ാം ക്ലാസ്സിലെ ഗണിതശാസ്ത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, 9ാം ക്ലാസ്സിലെ ഗണിതശാസ്ത്രം നമ്മളെല്ലാവരും പഠിച്ച് എന്തായാലും പാസ്സാവും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ റിസൾട്ട് കാത്തിരിക്കുകയാണ്. ഏതായാലും 10ാം ക്ലാസ്സിലെ ഗണിതശാസ്ത്രം 9ാം ക്ലാസ്സിനുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ സിമ്പിളാണ്. നമുക്കെല്ലാവർക്കും പഠിച്ചു കഴിഞ്ഞാൽ, തുടക്കം മുതൽ തന്നെ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് സ്കോർ നേടാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഒന്നാമത്തെ പാഠം, സമാന്തര ശ്രേണികൾ എന്നുള്ള പാഠം ആരംഭിക്കുകയാണ്. സമാന്തര ശ്രേണികൾ എന്നാണ് നമ്മുടെ ഒന്നാമത്തെ പാഠത്തിൻ്റെ പേര്. പാഠഭാഗത്തിലേക്ക് കയറും മുമ്പ് എന്താണ് സമാന്തര ശ്രേണി എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ആദ്യം ശ്രേണി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഇതിൽ നിന്ന് പറയാൻ പറ്റും. അത് ആ രീതിയിലാണ് ഈ ക്ലാസ് ക്രമീകരിച്ച് മുന്നോട്ട് പോകുന്നത്. വശത്തിൻ്റെ നീളം 1 സെൻറ്റിമീറ്ററായ ഒരു സമചതുരം, വശത്തിൻ്റെ നീളം 2 സെൻറ്റിമീറ്ററായ ഒരു സമചതുരം, വശത്തിൻ്റെ നീളം 3 സെൻറ്റിമീറ്ററായ ഒരു സമചതുരം, വശത്തിൻ്റെ നീളം 4 സെൻറ്റിമീറ്ററായ ഒരു സമചതുരം. എന്നിങ്ങനെ തുടരുന്ന ഈ രൂപങ്ങളുടെ സ്വഭാവം പരിശോധിക്കുകയാണെങ്കിൽ, വശങ്ങളായി വരുന്ന സംഖ്യകളെ നമ്മൾ ക്രമത്തിൽ എഴുതുകയാണ്. 1, 2, 3, 4 എക്സെട്ര. ഇനി ഇവയുടെ ചുറ്റളവുകൾ നമ്മൾ യഥാക്രമം എഴുതുകയാണെങ്കിൽ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, സമചതുരത്തിൻ്റെ ചുറ്റളവ് കാണാൻ വശത്തിൻ്റെ നീളത്തെ 4 കൊണ്ട് ഗുണിച്ചാൽ മതി. അങ്ങനെ ആകുമ്പോൾ വശത്തിൻ്റെ നീളം ഒന്നാമത്തെ സമചതുരത്തിൻ്റെ 1 4 4 വരും. രണ്ടാമത്തെ സമചതുരത്തിൻ്റെ 2 4 8 വരും.
മൂന്നാമത്തെ സമചതുരത്തിന്റെ ചുറ്റളവ് 3, 4, 12 വരും. നാലാമത്തെ സമചതുരത്തിന്റെ ചുറ്റളവ് 4, 4, 16 വരും. ഈ രീതിയിലാണ് ആ സംഖ്യകളുടെ കൂട്ടം മുന്നോട്ട് പോകുന്നത്. ഇനി വികർണങ്ങളുടെ നീളം. ഇത് നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. വികർണത്തിന്റെ നീളം കാണുന്നതിന് വശത്തിന്റെ നീളം 1 ആണെങ്കിൽ വികർണത്തിന്റെ നീളം നമ്മൾ പഠിച്ചിട്ടാണ് 1 × √2. വശത്തിന്റെ നീളം 2 ആയ സമചതുരത്തിന്റെ വികർണത്തിന്റെ നീളം 2 × √2. വശത്തിന്റെ നീളം 3 സെന്റിമീറ്റർ ആയ സമചതുരത്തിന്റെ വികർണത്തിന്റെ നീളം 3 × √2. അങ്ങനെയാണെങ്കിൽ വശത്തിന്റെ നീളം 4 ആയ സമചതുരത്തിന്റെ വികർണത്തിന്റെ നീളം 4 × √2 ആയിരിക്കും. ഈ രീതിയിലാണ് ഈ സംഖ്യകൾ പോകുന്നത്. അതായത് സമചതുരത്തിന്റെ വശത്തിന്റെ നീളം a ആണെങ്കിൽ വികർണത്തിന്റെ നീളം കാണാൻ വശത്തിന്റെ നീളത്തെ √2 കൊണ്ട് ഗുണിച്ചാൽ മതി. അതായത് a × √2. ഇനി പരപ്പളവുകൾ. പരപ്പളവ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചാണ്. സമചതുരത്തിന്റെ പരപ്പളവ് കാണാൻ വശം × വശം. അതായത് വശം a ആണെങ്കിൽ വശത്തിന്റെ പരപ്പളവ് സമചതുരത്തിന്റെ പരപ്പളവ് a × a, അതായത് a² ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ വശത്തിന്റെ നീളം 1, 2, 3, 4 ആയ സമചതുരങ്ങളുടെ പരപ്പളവുകളെ നമുക്ക് എങ്ങനെ എഴുതാം? 1 ആയതുകൊണ്ട് 1², അതായത് 1 × 1 2, 1 × 1 1. വശത്തിന്റെ നീളം 2 ആയ സമചതുരത്തിന്റെ പരപ്പളവ് 2 × 2 4. വശത്തിന്റെ നീളം 3 ആയ സമചതുരാണെങ്കിൽ 3 × 3 9 വരും. വശത്തിന്റെ നീളം 4 ആയ സമചതുരത്തിന്റെ പരപ്പളവ് 4 × 4 16. ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ വശത്തിന്റെ നീളം 5 ആയ സമചതുരത്തിന്റെ പരപ്പളവ് എന്തായിരിക്കും? 5 × 5, അതായത് 25 ആയിരിക്കും വരിക. ഇവിടെ നിങ്ങൾ സംഖ്യകളുടെ കൂട്ടങ്ങളെയാണ് കാണുന്നത്. ഒന്നാമത്തെ വശങ്ങൾ എടുക്കുമ്പം സംഖ്യകളുടെ കൂട്ടം 1, 2, 3, 4 എന്നിങ്ങനെയാണ് തുടർന്നു പോകുന്നത്. രണ്ടാമത്തേൽ 4, 8, 12, 16 എക്സെട്ര. മൂന്നാമത്തെ വികർണങ്ങളുടെ കൂട്ടം എടുക്കുമ്പോൾ √2, 2 √2, 3 √2, 4 √2 എന്നിങ്ങനെ തുടർന്നു പോകും. പരപ്പളവുകൾ എടുക്കുമ്പോൾ 1, 4, 9, 16 എന്നിങ്ങനെയാണ് തുടർന്നു പോകുന്നത്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് ഈ സംഖ്യകളുടെ കൂട്ടത്തിന് എന്തെങ്കിലും പ്രത്യേകതകൾ തോന്നുന്നുണ്ടോ? സംഖ്യകൾ ഒരു പ്രത്യേക നിയമം അനുസരിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതായത് ഇത് എണ്ണൽ സംഖ്യകളുടെ ശ്രേണിയാണ്. 1, 2, 3, 4. അതായത് 1 നിന്ന് തുടങ്ങി 1 കൂടി പോകുന്ന സംഖ്യകളുടെ ശ്രേണിയാണ്, സംഖ്യകളുടെ കൂട്ടമാണ് ഒന്നാമത് എഴുതിയിട്ടുള്ളത്. രണ്ടാമത്തെ കൂട്ടം, സംഖ്യകളുടെ കൂട്ടത്തിന്റെ പ്രത്യേകത എന്തായിരിക്കും? അതെ, അത് 4ന്റെ ഗുണിതമാണ്. 4, 8, 12, 16. അങ്ങനെയാണെങ്കിൽ അടുത്ത സംഖ്യ ഏതായിരിക്കും വരിക? 20. ഈ രീതിയിൽ മൂന്നാമത്തത് നോക്കുകയാണെങ്കിൽ √2ന്റെ കൂട്ടി പോകുന്നതായിട്ട് കാണാൻ പറ്റും. 1 √2, 2 √2, 3 √2, 4 √2. അങ്ങനെയാണ് അത് മുന്നോട്ട് പോകുന്നത്. പരപ്പളവുകളുടെ ശ്രേണിക്ക് എന്തെങ്കിലും, പരപ്പളവുകളുടെ ഈ കൂട്ടം, സംഖ്യാക്കൂട്ടത്തിന് എന്തെങ്കിലും പ്രത്യേകത നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? 1, 4, 9, 16 എന്നിങ്ങനെയാണ് അത് തുടർന്ന് പോകുന്നത്. എന്താണ് ആ സംഖ്യാക്കൂട്ടത്തിന്റെ പ്രത്യേകത? അല്ലെങ്കിൽ എന്തൊരു നിയമം അനുസരിച്ചാണ് ഈ സംഖ്യാക്കൂട്ടങ്ങൾ മുന്നോട്ട് പോകുന്നത്? നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റും. 1, 4, 9, 16.
പല രീതിയിൽ ഇതിലൊരു പ്രത്യേക നിയമം ഉള്ളതായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും. അതായത് എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളാണ് അവ എഴുതിയിട്ടുള്ളത്. 1ന്റെ വർഗം 1, 2ന്റെ വർഗം 4, 3ന്റെ വർഗം 9, 4ന്റെ വർഗം 16. അങ്ങനെയാണെങ്കിൽ 5 വശമുള്ള ഒരു സമചതുരുണ്ടെങ്കിൽ അതിൻ്റെ പരപ്പളവ് 5ന്റെ വർഗം 25 ആയിരിക്കും തൊട്ടടുത്ത സംഖ്യ വരെ. ഈ സംഖ്യാകൂട്ടങ്ങൾക്ക് എല്ലാം ഒരു പ്രത്യേക നിയമമുണ്ട്. അതായത് ഒരു പ്രത്യേക നിയമം അനുസരിച്ചാണ് ഈ സംഖ്യാകൂട്ടങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതായത് ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒരേ സംഖ്യ തന്നെ വീണ്ടും വീണ്ടും കൂട്ടിക്കിട്ടുന്ന സംഖ്യകളുടെ കൂട്ടമാണിവ. ഈ കൂട്ടങ്ങൾക്ക് ഒരു പ്രത്യേക നിയമം അനുസരിച്ച് ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒരു പ്രത്യേക രീതിയിൽ ഒരു പ്രത്യേക നിയമം അനുസരിച്ച് മുന്നോട്ട് പോകുന്ന സംഖ്യകളുടെ കൂട്ടത്തിന് നമ്മൾ ശ്രേണികൾ എന്നാണ് പറയുന്നത്. ഇതിന് നമ്മൾ സീക്വൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അതായത് സംഖ്യാശ്രേണി എന്ന് പറയുമ്പോൾ നമ്പർ സീക്വൻസ് എന്നാണ് ഇതിന് പറയുന്നത്. നമ്മൾ സമചതുരായിട്ട് ബന്ധപ്പെട്ടുള്ള ചുറ്റളവും പരപ്പളവും ഒക്കെ നമ്മൾ എത്രയോ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. വശത്തിൻ്റെ നീളത്തെ 4 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ചുറ്റളവ് കിട്ടും. അതുപോലെ തന്നെ വശത്തിൻ്റെ നീളത്തിൻ്റെ വർഗ്ഗെടുത്താൽ അല്ലെങ്കിൽ വശത്തിൻ്റെ നീളത്തെ വശത്തിൻ്റെ നീളം കൊണ്ട് തന്നെ ഗുണിച്ചാൽ പരപ്പളവ് കിട്ടും. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. എന്നാൽ വശത്തിൻ്റെ നീളം കിട്ടിക്കഴിഞ്ഞാൽ വികർണത്തിൻ്റെ നീളം എങ്ങനെ കണ്ടെത്തും എന്നുള്ളത് അതൊന്നുകൂടെ ഒന്ന് വ്യക്തമായിട്ട് പഠിക്കണം. ഈ വർഷം അത് പല പാഠങ്ങളിലായിട്ട് നമുക്ക് ആവശ്യമുണ്ട്. അത് തൊട്ട് മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞു, വശത്തിൻ്റെ നീളം എ ആണെങ്കിൽ വികർണത്തിൻ്റെ നീളം a × √2 ആണ്. അതെങ്ങനെ കിട്ടി എന്നുള്ളത് ഒന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ സമചതുരം വരയ്ക്കുന്നുണ്ട്. സമചതുരത്തിൻ്റെ വശം a വശമുള്ള സമചതുരം. ഇതിൻ്റെ വികർണത്തിൻ്റെ നീളം എങ്ങനെ കണ്ടെത്തുന്നതാണ് നമ്മൾ നോക്കുന്നത്. സമചതുരായതുകൊണ്ട് ഇത് എ ആവുമ്പോൾ ഈ വശവും എ, അതുപോലെ എല്ലാ വശവും എ തന്നെ ആയിരിക്കും. ഇതിൻ്റെ വികർണം വരയ്ക്കുകയാണെങ്കിൽ ഏത് വികർണം വരച്ചാലും കുഴപ്പമില്ല. 2 വികർണമാണെങ്കിലും നീളങ്ങൾ തുല്യമായിരിക്കും. നിങ്ങൾ ചതുർഭുജങ്ങളുടെ പ്രത്യേകതകൾ പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സമചതുരത്തിൻ്റെ 2 വികർണങ്ങളും തുല്യമായിരിക്കും. അതുകൊണ്ട് ഇവിടെയാണ് നമ്മൾ വികർണം വരച്ചിട്ടുള്ളത്. ഈ വികർണത്തിൻ്റെ നീളത്തെ നമ്മൾ ഡി എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഡി എങ്ങനെ കണ്ടെത്തുന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഡി കാണാൻ എളുപ്പത്തിൽ കാണാനുള്ള സൂത്രവാക്യം നമ്മൾ കണ്ടെത്താൻ പോവാം. 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ്, ഒന്നും കൂടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇതൊരു മട്ടത്രികോണമായിട്ട് പരിഗണിക്കുകയാണെങ്കിൽ മട്ടത്രികോണത്തിൻ്റെ പാദം എ, ലംബം എ, കർണം ഡി. അങ്ങനെയാണെങ്കിൽ ഇതിൽ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കർണം സ്ക്വയർ ആയിരിക്കും കിട്ടുക. അതായത് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു കർണം സ്ക്വയർ, അതായത് ഡി സ്ക്വയർ. എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2a സ്ക്വയർ ആയി ഈസ് ഈക്വൽ ടു ഡി സ്ക്വയർ. അതുകൊണ്ട് ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു d is equal to √2a സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് d is equal to 2ന്റെ റൂട്ട് √2. d is equal to √2a സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് d is equal to 2ന്റെ റൂട്ട് √2. അത് നമ്മൾ കഴിഞ്ഞ വർഷം അഭിന്നക സംഖ്യകൾ എന്നുള്ള പാഠത്തിൽ പഠിച്ചതാണ്.
അതുപോലെ എ സ്ക്വയറിന്റെ റൂട്ട്, അതായത് എ സ്ക്വയറിന്റെ വർഗമൂലം കാണുന്നതിന് എ സ്ക്വയറിന്റെ വർഗമൂലം കാണുക എന്ന് പറഞ്ഞാൽ ഏത് സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ എ സ്ക്വയർ കിട്ടുന്നതാണ്. അതായത് എ സ്ക്വയറിന്റെ വർഗമൂലം എ തന്നെ ആയിരിക്കും. അതായത് ഡി ഈസ് ഈക്വൽ ടു √2 ഇൻറ്റു എ. ഇത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. വശത്തിന്റെ നീളം എ ആയ ഒരു സമചതുരത്തിന്റെ വികർണത്തിന്റെ നീളം √2 എ ആയിരിക്കും. അതായത് എ ഇൻറ്റു √2 ആയിരിക്കും. ഇനി ഇത് നിങ്ങൾക്ക് മനസ്സിലായണോ നോക്കാൻ ഞാൻ ചോദ്യം ചോദിക്കുകയാണ്. വശത്തിന്റെ നീളം 10 ആയ ഒരു സമചതുരത്തിന്റെ വികർണത്തിന്റെ നീളം എന്തായിരിക്കും വരിക? യെസ്, എ ആണ് വശമെങ്കിൽ എ √2 ആയിരിക്കും ഉത്തരം. അതുകൊണ്ട് ഇപ്പം വശം 10 ആണ് വന്നത്. അതുകൊണ്ട് 10 ഇൻറ്റു √2, 10√2 ആണ് വികർണത്തിന്റെ നീളം വരിക. അതുപോലെ തന്നെ വികർണത്തിന്റെ നീളം തന്നു കഴിഞ്ഞാൽ സമചതുരത്തിന്റെ പരപ്പളവ് കണക്കാക്കുന്നതിനുള്ള ഒരു സൂത്രവാക്യമുണ്ട്. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഈ സൂത്രവാക്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കണക്കുകൾ, കാൽക്കുലേഷൻസ് ഒക്കെ ഒന്ന് സ്പീഡാക്കാൻ പറ്റും. അതുകൊണ്ട് അതും കൂടെ എങ്ങനെ കിട്ടിയെന്നുള്ളതൊന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. സമചതുരത്തിന്റെ വികർണം ഡി ആണ്. ഇതിന്റെ വശത്തിന്റെ നീളം നമ്മൾ എ ആയിട്ട് എടുക്കാണ്. അങ്ങനെയാണെങ്കിൽ തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ മട്ടത്രികോണം പരിഗണിക്കുകയാണെങ്കിൽ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഈസ് ഈക്വൽ ടു കർണം സ്ക്വയർ ആയിരിക്കും വരിക. അതായത് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഡി സ്ക്വയർ. അതിൽ നിന്നും എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2a സ്ക്വയർ ഈസ് ഈക്വൽ ടു ഡി സ്ക്വയർ. അതുകൊണ്ട് നമുക്ക് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഡി സ്ക്വയർ ബൈ 2 എന്ന് കിട്ടി. അതായത് എ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ വശമുള്ള സമചതുരത്തിന്റെ പരപ്പളവാണ്. അത് കണ്ടെത്തുന്നതിന് എന്ത് ചെയ്താൽ മതി? സമചതുരത്തിന്റെ വികർണത്തിന്റെ വർഗത്തിന്റെ പകുതി കണ്ടാൽ മതി. ഇപ്പൊ ഡി വികർണമായ ഒരു സമചതുരത്തിന്റെ പരപ്പളവ് കാണുന്നതിന് വികർണത്തിന്റെ വർഗത്തിന്റെ പകുതി കണ്ടാൽ മതി. ഈ ഒരു ആശയം അത് നമ്മൾ നന്നായി പഠിച്ചു വെക്കണം. ഇപ്പോൾ 2 കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഒന്ന്, വശത്തിൻ്റെ നീളം എ ആണെങ്കിൽ വികർണത്തിൻ്റെ നീളം കാണുന്നതിന് വശത്തിൻ്റെ നീളത്തെ √2 കൊണ്ട് ഗുണിച്ചാൽ മതി. രണ്ടാമത്തത്, വികർണത്തിൻ്റെ നീളത്തിൻ്റെ വർഗത്തിൻ്റെ പകുതി കണ്ടാൽ സമചതുരത്തിൻ്റെ പരപ്പളവ് കിട്ടും. ഈ 2 കാര്യങ്ങൾ നമ്മൾ നന്നായി പഠിക്കണം. √2 ഇൻറ്റു എ ഈസ് ഈക്വൽ ടു ഡി. അതുപോലെ ഡി സ്ക്വയർ ബൈ 2 ഈസ് ഈക്വൽ ടു സമചതുരത്തിൻ്റെ പരപ്പളവ് എ സ്ക്വയർ. ഇത് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ള ചില കണക്കുകളിലൊക്കെ ആവശ്യമായിട്ട് വരും. ഇനി നമുക്ക് ഒരു ചോദ്യത്തിലേക്ക് കിടക്കാം. ഈ ചോദ്യങ്ങൾ സ്വന്തമായിട്ടാണ് ചെയ്യേണ്ടത്. നമുക്കിപ്പോൾ ഒരുപാട് സമയം കിട്ടിയിട്ടുള്ള ഒരവസരമാണ്. എല്ലാവർക്കും ഒരുപാട് സമയമുണ്ട്. ഈ സമയം നല്ല രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഇപ്പോൾ വീട്ടിൽ നിന്നൊന്നും ഇറങ്ങി കളിക്കാനൊന്നും ഗ്രൗണ്ടിലേക്കൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ 2-3 ദിവസം മുമ്പ് പത്രത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, ഫുട്ബോൾ കളിച്ചൊരു
ടീമിൽ ആ ടീമിൻ്റെ ഫുട്ബോളൊന്നായിട്ട് പോലീസിലേക്ക് കൊണ്ടായിരുന്നു. അങ്ങനെ 2-3 ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അത് തിരിച്ചു കൊടുത്തത്. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുന്ന സമയം നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തുക. വെറുതെ സമയം നമ്മൾ പാഴാക്കരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒരു ചോദ്യം തരാണ്. ഈ ചോദ്യത്തിൻ്റെ ആൻസർ നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടെത്തണം. ശേഷം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് എങ്ങനെയാണ് അതിൻ്റെ യഥാർത്ഥ ആൻസർ എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം. അതായത് വശത്തിൻ്റെ നീളം 1, 1.5, 2, 2.5 എന്നിങ്ങനെ തുടരുന്ന സമചതുരങ്ങളുടെ എ ക്വസ്റ്റ്യൻ വശങ്ങൾ ക്രമമായി എഴുതുക. ബി ക്വസ്റ്റ്യൻ ചുറ്റളവുകൾ ക്രമമായി എഴുതുക. സി ക്വസ്റ്റ്യൻ പരപ്പളവുകൾ ക്രമമായി എഴുതുക. ഡി ക്വസ്റ്റ്യൻ വികർണങ്ങൾ ക്രമമായി എഴുതുക. ഇപ്പോൾ 4 കാര്യങ്ങളാണ് എഴുതാനുള്ളത്. വശത്തിൻ്റെ നീളം നേരിട്ട് തന്നതുകൊണ്ട് അത് ക്രമമായി എഴുതാൻ വളരെ എളുപ്പമുണ്ട്. വശത്തിൻ്റെ നീളം 1, 1.5, 2, 2.5 എന്നിങ്ങനെയാണ് തുടരുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ചുറ്റളവുകളുടെ ശ്രേണി, പരപ്പളവുകളുടെ ശ്രേണി, അതുപോലെ തന്നെ വികർണത്തിൻ്റെ ശ്രേണി, ഇത്രയാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ അത് സ്വന്തമായിട്ട് തന്നെ നിങ്ങൾ കണ്ടെത്തണം. എല്ലാവർക്കും സ്വന്തമായിട്ട് കണ്ടെത്താൻ പറ്റുമെന്ന് വിശ്വസിക്കുകയാണ്. വളരെ ലളിതമായിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. നമ്മൾ യഥാർത്ഥ ക്ലാസ്സാണെങ്കിൽ നമുക്ക് ഇൻട്രാക്ഷൻ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാനുള്ള അവസരമുണ്ട്. ഇവിടെ അതില്ലാത്തതുകൊണ്ട് വളരെ സിമ്പിളാക്കി, ലളിതമാക്കി നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരാണ്. അതുകൊണ്ട് ഈ ചോദ്യത്തിൻ്റെ ആൻസർ നിങ്ങൾ എല്ലാവരും സ്വന്തമായിട്ട് കണ്ടെത്തുക.